ഹലോ ഹലോ ഉണ്ണി, നീ ക്ലാസ്സിൽ നിന്ന് റൂമിലെത്തിയോ? റൂമിലെത്തിയോന്ന്? ഹലോ. എന്താ വെച്ചാ ഈ സമയത്ത് ഞാൻ പുറത്തോട്ടിറക്കാൻ നിൽക്കായിരുന്നു. ഹേയ്, ഒന്നുമില്ലടാ. ഞാൻ നേരത്തെ വിളിച്ചപ്പോ നീ തിരക്കാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അച്ഛൻ ഒന്നുകൂടി വിളിച്ചതാ. നീ ഭക്ഷണം കഴിച്ചോ? നിനക്ക് അവിടെ നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? അത്ര കിട്ടുന്നില്ല അച്ഛാ. അച്ഛൻ കാര്യം പറ, ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. അല്ലടാ, നമ്മുടെ ഉത്സവത്തിന് കൊടികേറി. പണ്ട് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ നീ ആനയെ കണ്ടിരുന്നത് അച്ഛന്റെ തോളിൽ കയറിയിട്ടല്ലേ? ഇന്ന് ആ പറയെടുപ്പ് നമ്മുടെ വീട്ടിന് മുന്നോട്ട് പോയപ്പോ അച്ഛൻ വെറുതെ ഒന്ന് അങ്ങോട്ട് നോക്കിയതാ. നീ അടുത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് ഒഴിഞ്ഞ് കിടക്കുന്ന പോലെ. ഇത്തവണ നിനക്കൊന്ന് വന്നൂടെ ഇങ്ങോട്ട്? മാത്രമല്ല, അച്ഛന്റെ പിറന്നാള് വരെയല്ലേ, ഒന്ന് വന്നൂടെ മോനെ? അച്ഛൻ കഴിഞ്ഞ മാസം പറഞ്ഞില്ലേ എനിക്ക് വരാൻ പറ്റില്ല. ഈ ചെറിയ കാര്യത്തിനൊക്കെ എത്ര ദൂരം ഞാൻ ട്രാവൽ ചെയ്യണം? പിന്നെ ആ പഴയ കഥകളൊക്കെ ഒന്ന് നിർത്തച്ചാ. എനിക്ക് അതൊന്നും കേൾക്കുമ്പോൾ ഒരു ത്രില്ലും തോന്നുന്നില്ല. ത്രില്ലിന് വേണ്ടിയൊന്നും അല്ലടാ. അച്ഛന് അച്ഛൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ 10ാം ക്ലാസ് വരെ നീ അച്ഛന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അച്ഛൻ കാണിച്ചു തന്ന ഓരോ പൂവിനെയും കിളിയെയും നോക്കി നീ അത്ഭുതപ്പെട്ടിരിക്കുന്നത് അച്ഛൻ ഇപ്പോഴും ഓർക്കാനുണ്ട്. നിന്നെ ഒന്ന് കൂടെ കൊണ്ടു നടക്കാൻ അച്ഛൻ ഇപ്പോൾ പുതിയ വന്നടാ. അച്ഛാ, അത് പഴയ കാലം. അന്ന് എനിക്ക് വേറെ ലോകം അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വളർന്നു. അച്ഛൻ കാണിച്ചു തന്ന ആ ചെറിയ പറമ്പും തോടും ഒന്നും അല്ല ലോകം. എനിക്കിപ്പോൾ അതിനേക്കാൾ വലിയ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അച്ഛൻ്റെ ആ പഴയ സെന്റിമെന്റ്സ് വെച്ച് എന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കരുത് പ്ലീസ്. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ? അച്ഛൻ ഇതല്ല മോനെ ഉദ്ദേശിച്ചു. നിനക്ക് പഠിക്കാൻ അച്ഛൻ അത്ര ബുദ്ധിമുട്ടി പൈസ അയച്ചു തരുന്നത് നിന്നൊരു വലിയ നിലയിൽ കാണാനാ. പക്ഷേ നീ ഇത്ര വലിയ നിലയിലെത്തുമെന്ന് അച്ഛൻ അറിഞ്ഞില്ല. ഓ, അച്ഛൻ പൈസ അയക്കുന്ന വലിയ ഉപകാരമേ പറയണ്ട. അച്ഛൻ്റെ ഉത്തരവാദിത്തമല്ലേ, അച്ഛൻ ചെയ്യണം. അതേ പകരമായി ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന ആ പഴയ ഗ്രാമീണ ജീവിതം അനുഭവിക്കണം എന്നൊക്കെ പറയണത് വല്ല ലോജിക്കുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യണം. ശരിയായിരിക്കും, എന്റെ ലോകം വലുതാണ്, ഈ അച്ഛൻ ചെറിയവനായിരിക്കും. എന്നാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട് ഇവിടെ. നിനക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കും. അവൾ ആ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നിനക്ക് അവളോടൊന്ന് സംസാരിക്കാമോ? അച്ഛാ, അതെ, എനിക്കൊരു സ്ഥലത്ത് പോകണം. ഊബർ വരുന്നുണ്ട്. ഞാനേ പിന്നെ വിളിക്കാം. ഒരു ഉണ്ണിയപ്പം. ദൂരം കൂടും തോറും മകനെ